ഒന്ന് ബീച്ചിലേക്ക് പോവാം കേട്ടോ. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് ഉമ്മൽക്കോയിൻ ബീച്ച് വരെ പോവാം കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ അയാസ് കയറ്റിയതാണ്. അപ്പോൾ പാർക്കിങ്ങിലല്ലായിരുന്നു. അതിന് കുറച്ച് സാധനങ്ങൾ നമുക്ക് എടുക്കാണ്ട്, ചെയറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മളിത് ബീച്ച് പോവാണ്. യാമിക്കുട്ടി ഇത് നല്ല ത്രില്ലല്ല കേട്ടോ. യാമിക്കുട്ടി ബീച്ചിൽ പോവാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം, വെള്ളത്തിൽ കളിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് മുമ്പ് പോയപ്പോഴും അവളെ പിടിച്ച് കിട്ടിയില്ല. ഇന്ന് എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഷാർജ റോഡിൽ അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ലാത്ത വിധത്തിൽ പോയി. ഷാർജ റോഡ് കഴിഞ്ഞപ്പോൾ പിന്നെ ഫുൾ ക്ലീൻ ആയിരുന്നു. നല്ലപോലെ പോകാനൊക്കെ നമുക്ക് പറ്റിയിട്ടാ. നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും 5 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റായി, ഇരുട്ടായി. നമുക്ക് ചെറുതായിട്ടൊന്ന് ലൊക്കേഷൻ തെറ്റിന്ന് തോന്നുന്നുണ്ട്. നമ്മൾ എത്തിപ്പെട്ടൊരു വിജനമായ പ്രദേശത്തായിരുന്നു. ഒരു കാട് പിടിച്ചിട്ട്, മരുഭൂമിയിലവിടെ കാടെന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും. എന്നാലും കുറേ മരങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ എത്തിയത് കേട്ടോ. നമ്മൾ ശരിക്കും പെട്ടു. കാണിച്ചുതരാം. കുറേ ആൾക്കാരുണ്ടല്ലോ അവിടെ. എന്തോ സംഭവം കാര്യമായിട്ടുണ്ട്. നമ്മൾക്ക് വഴി തെറ്റാണെങ്കിലും കുറേ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെ എന്താ സംഭവം, അവിടെ ടെൻ്റൊക്കെ കെട്ടിട്ട് ആൾക്കാർ. കാട്ടിനുള്ളിലാ ഇവിടെ എന്താ സംഭവം നമുക്ക് മനസ്സിലാവില്ല. എന്തൊക്കെയാണ് നമ്മൾ ശരിക്കും പെട്ടോ. ക്യാമറ റോഡാണോ? അപ്പം നമ്മൾ അവിടെ നിന്ന് ഒട്ടകത്തിനൊക്കെ കണ്ടിട്ടോ. ക്യാമൽ റോഡ് എന്നുള്ള ബോർഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ കറക്റ്റായിട്ടൊരു ഒട്ടകം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്നെത്തിയത് റോഡിൻ്റെ അവസാനട്ടോ. ഈ കാണുന്നത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടുന്ന് പിന്നെ തിരിച്ചു. കാരണം ആ റോഡ് അതുവരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തിരിച്ച് ചേട്ടൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് കറക്റ്റ് ലൊക്കേഷനൊക്കെ ചോദിച്ചിട്ട് നമ്മൾ നേരെ ഉമ്മൽക്കോയിൻ ബീച്ചിലേക്ക് തിരിച്ചിട്ടോ. അത്യാവശ്യം ആൾക്കാരൊക്കെ അവിടെ ടെൻ്റ് ഇട്ടിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തണുപ്പ് സമയമല്ലേ, നല്ലൊരു അന്തരീക്ഷമാണ്. പക്ഷെ ഒരു എന്താ പറയുക, ഒരു വിജനമായ പ്രദേശം. നമുക്ക് കാണുമ്പോൾ ഒരു ഭീകരത തോന്നുക. ഇനിയിപ്പോൾ ഈ ഇരുട്ടക്കായിട്ടാണോ ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഒരുപാട് ആൾക്കാരവിടെ ടെൻ്റൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല കുറേ വണ്ടികളൊക്കെ സൈഡിലായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാലും അധികം ആൾക്കാർ ഇല്ല താനും. അങ്ങനെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ഉമ്മൽക്കോയിൻ ബീച്ചിലെത്തിയിട്ടാ. അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് വെള്ളത്തിലൊക്കെ കളിക്കാന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. യാമിക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്ത് ക്കാൻ വേണ്ടി വന്നിരുന്നു. ബീച്ചിലേക്ക് വരുന്നില്ല യാമി, എന്ത് ചെയ്യാ? യാമിത് ഒരു സ്വിമ്മിങ് സ്യൂട്ട് പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ബീച്ചിൽ ഇറങ്ങുക കേട്ടോ. അപ്പോൾ എന്താണ്, ചേട്ടനവിടെ കസേരയിൽ ഇരിക്കായിരുന്നു. ഓർഡറും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ചേട്ടൻ അവിടെ ഇരുന്ന് ഞാൻ ഈ അമ്മയായിട്ട് ബീച്ചിൽ ഇറങ്ങിട്ടോ. അവൾക്ക് വെള്ളം കണ്ടതും ഭയങ്കര ത്രില്ലാണ്. കണ്ടില്ലേ യാമയുടെ മുഖത്തത്തെ സന്തോഷം. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്താണെന്ന് അറിയുക ഗൈസ്, ഇന്ന് ഭയങ്കര തണുപ്പ് വെള്ളത്തിന്. മഞ്ഞ് സമയമായതാന്ന് തോന്നുന്നു. നല്ല തണുപ്പായിരുന്നു വെള്ളത്തിന്. യാമി ഇങ്ങനെ ഓടിക്കളിക്കുന്ന കണ്ടിട്ട് ഒരുപാട് പേര് യാമീനെ വിളിക്കുന്ന ഇതാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അവൾക്ക് അവളെ അച്ഛൻ വേണം. അങ്ങനെ അച്ഛനെ കൂട്ടിട്ട് വന്ന് ചേട്ടനും കൂടി ബീച്ചിൽ ഇറങ്ങി. അപ്പോഴവൾക്കൊരു സമാധാനമായി. ഈ അമിത വെള്ളത്തിൽ വീണിട്ടു. അപ്പൊ തന്നെ എണീച്ച്. കാരണം വെള്ളത്തിന്റെ തണുപ്പ് കാരണം തോന്നുന്നു. ഇതിന് മുമ്പ് വന്നപ്പോഴൊന്നും അവളെ പിടിച്ചിട്ട് കിട്ടില്ലായിരുന്നു. അവള് ഫുള്ള് അതിലിങ്ങനെ കളിക്കായിരുന്നു. കണക്കുണ്ട് യാമി, അത് വിറക്കി നോക്ക ചേട്ടാ. യാമി തണുപ്പ് കാരണം നല്ല വിറക്കുണ്ടായിരുന്നു കേട്ടോ. ഇവൾക്ക് തണുപ്പൊരു വിഷയമില്ലാത്ത ആളാണ്. മഴ സമയമാണെങ്കിലും തണുപ്പ് സമയമാണെങ്കിലും AC ഫാൻ ഇട്ട് കിടക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നമുക്കും നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ എങ്ങനെ പറ്റുക, നല്ല തണുപ്പായിരുന്നു. അപ്പോൾ യാമി എന്നിട്ടും കയറി വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഫുള്ള് വെള്ളത്തിൽ കളിക്കുന്നതായിരുന്നു. കൂടുതൽ വെള്ളത്തേക്ക് പോകാൻ നോക്കായിരുന്നു. പക്ഷേ ഇങ്ങനെ തണുത്തിട്ടാണെങ്കിൽ അവൾക്ക് ഒന്നും പറ്റണില്ല, എന്നെ കളിക്കും വേണം. അങ്ങനത്തെ ഒരു ഇതിലായിട്ട് അവൾ നിൽക്കുകയായിരുന്നു. വെള്ളത്തിൽ നിൽക്കുന്നുള്ളൂ.
നോക്കിക്കോ ഈച്ച. നമുക്ക് പിടിച്ച ഞാൻ പിടിക്കില്ല, ഞാൻ പിടിച്ചില്ല. വറക്കുണ്ട് ചേട്ടാ. എന്തൊറ്റി എന്തൊറ്റി? സാരില്ല സാരില്ല. അപ്പൊ നല്ലോണം വറക്കാൻ തുടങ്ങിയപ്പോ നമ്മൾ എന്ത് ചെയ്ത് കയറ്റി നല്ലോണം തുടച്ചൊക്കെ കൊടുത്തിട്ട് വേറെ ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റി കൊടുത്തിട്ടോ. അപ്പോഴവളുടെ തണുപ്പൊന്നും വിട്ടത്. നല്ലോണം വറക്കായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇനി മതി വെള്ളത്തിൽ ഇറങ്ങണ്ട, കുറച്ചേരം ഇവിടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ടിരിക്കാന്ന് വെച്ചു. കാരണം എല്ലാരും ഇവിടെ ഇരിക്കുകയാണ്, നമ്മൾ മാത്രമാണ് കുറച്ചൊന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. കുട്ടികളൊക്കെ കയറിയിരിക്കുകയായിരുന്നു. യാമിക്ക് അത് കഴിഞ്ഞിട്ടും വെള്ളത്തേക്ക് തന്നെ പോയി. നമ്മൾ വരുമ്പോൾ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ കയ്യിലെടുത്തിരുന്നു കേട്ടോ. വെള്ളം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിരുന്നു. അപ്പം നമ്മൾ അവിടെ ഇരുന്നിട്ട് കഴിക്കായിരുന്നു. യാമിയെ കട്ട് ഫ്രൂട്ട്സും കയ്യിലെടുത്തിട്ട് വെള്ളത്തേക്ക് തന്നെ പോവാം. പക്ഷെ നമ്മളില്ലാതെ പോവാൻ അവൾക്ക് കുറച്ചൊരു പേടിയുള്ള പോലെ തോന്നി. അപ്പം നമ്മളെ വിളിക്കാനായിട്ട് ഇങ്ങോട്ട് വരും, വീണ്ടും അങ്ങോട്ട് തന്നെ പോവും. അങ്ങനെയൊക്കെ ആയിട്ട് അവൾ നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾക്ക് നല്ലൊരു വൈബായിരുന്നു അവിടെ. ഒരുപാട് ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എന്നാലും മെൽബൺ ബീച്ചിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റു ബീച്ചിനേക്കാളും കുറച്ചുകൂടെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കാനും അത്ര വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. നല്ല നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആട്ടോ അവിടുത്തെ. യാമി ഇതാ വീണ്ടും കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് ഓടുക കേട്ടോ. നേരെ വെള്ളത്തിലേക്ക് പോയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഡ്രസ്സ് ഇനി നനച്ചു കഴിഞ്ഞാൽ പോകുമ്പോൾ ഇടാൻ ഡ്രസ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഡ്രസ്സൊക്കെ ഊരി കൊടുത്തിട്ട് നഗ്ഗിട്ടിട്ടാട്ടോ പിന്നെ വെള്ളത്തിലേക്ക് പോയത്. ഇനി പിടിച്ചു വെച്ചാൽ കിട്ടില്ല. ആ നനഞ്ഞ ഡ്രസ്സ് തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ വിറയ്ക്കുമല്ലോ, തണുപ്പ് കൂടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഡ്രസ്സ് ഇട്ട് കൊടുത്തില്ല. ഇങ്ങനെ ഓടുമായിരുന്നു. ശരിക്കും ഒരു ബേബി മോനൊക്കെ പോകുന്ന പോലെ നമുക്ക് തോന്നി. അപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും യാമീൻ്റെ ഓട്ടം കണ്ടിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഓടുന്നത്. അപ്പം നമ്മൾ ഓവറായിട്ടുള്ള പിടിക്കാനൊന്നും പോയില്ല. ഞാൻ കൂടെ പോയി അത്ര തന്നെ, അല്ലാതെ ശ്രദ്ധിക്കണ്ടായി. അത് അങ്ങനെ ചെയ്തോളൂ. ബാക്കിയൊക്കെ അവളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയായിരുന്നു. അത് കണ്ടിട്ട് തിന്നുന്ന കുറേ ആൾക്കാർ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അവളെ. നമ്മൾ റൂമിൽ തന്നെ ഇങ്ങനെ അടഞ്ഞുകൂടി ഇരിക്കല്ലോ. അപ്പം അവൾക്ക് ഇങ്ങനെ പുറത്തേക്കൊക്കെ വരുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വെള്ളത്തിൽ കളിക്കാനൊക്കെ. അവൾക്ക് അവളുടെ അച്ഛനും കൂടെ കൂട്ടണം, അതിനുള്ള ഓട്ടത്തിലാട്ടപ്പോൾ. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ കളിച്ച് അവളുടെ വൈബിനനുസരിച്ച് അവളെ കുറച്ച് നേരമൊക്കെ വിട്ടു കൊടുത്തിട്ടാ. അവളുടെ തന്നെ നേരിൽ കണ്ടിട്ട് പേടിച്ച് മാറി ഓടിയായിരുന്നു. അത് കണ്ടിട്ട് ഞങ്ങൾ ചിരിക്കായിരുന്നു. അങ്ങനെ അവസാനം അവളുടെ അച്ഛനെയും കൂട്ടിട്ട് ബീച്ചിൽ പോയി. അവൾക്ക് ഞാൻ കൂടെ പോയതൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. 2-3 തവണ തിരിച്ച് കണ്ട് റിട്ടേൺ ഓടിയിട്ട് അച്ഛനെ വിളിക്കായിരുന്നു. അങ്ങനെ അച്ഛത്തിരി മടി പിടിച്ചിരിക്കുന്നതുകൊണ്ട് അച്ഛനെ കുത്തിപ്പിടിച്ച് നീപ്പിച്ച് അച്ഛനായിട്ട് പോയി. പിന്നെ ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്ന് വ്യൂ ഒക്കെ ആസ്വദിച്ചിരുന്നിട്ടാ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഇരുന്നിട്ട് ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും തിരിച്ചു പോകുന്നു. ചേട്ടൻ നാളെ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അങ്ങനെ നേരെ നമ്മളെ ഷാർജയിലേക്ക് വിട്ടു. അങ്ങനെ മൊബൈലിലുള്ള മലബാർ ഡായിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ച് പാർസലായിട്ട് പോവായിരുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോസ്. ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.